ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. അപ്പതേ നമ്മൾ ഇന്ന് ആയിരിക്കുന്നത് രാജസ്ഥാനിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ജെയിൻ ടെമ്പിളിന്റെ മുമ്പിലാണ്. അജ്മീറിലെ സോണിജിക്ക് നസിയാൻ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ജെയിൻ ടെമ്പിളിന്റെ മുമ്പിലാണ് നമ്മൾ ആയിരിക്കുന്നത്. വളരെ സുന്ദരമായിട്ടുള്ള കാഴ്ചയാണ്. നിങ്ങൾ എല്ലാവരും എന്നോടൊപ്പം വായോ. പലതരത്തിലുള്ള വിഗ്രഹങ്ങൾ നിങ്ങൾക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ാലോ അക്ഷയ തൃതീയ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്താണ്? സ്വർണമാണ് അല്ലേ? ഇത് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്, അതായത് ഋഷിബ് ദേവ് എന്ന് പറയുന്ന മനുഷ്യൻ 400 ദിവസം ഉപവാസം എടുത്തു. അതിനുശേഷം അദ്ദേഹത്തിന് ഷുഗർ കെയിൻ ജ്യൂസ് കൊടുത്തു. ഷുഗർ കെയിൻ അതായത് എന്നിട്ടാണ് കരിമ്പിൻ ജ്യൂസ് കൊടുത്തു. കരിമ്പിൻ ജ്യൂസ് കൊടുത്തതിന് ശേഷം അതിനെയാണ് ആ ഒരു ദിവസത്തെയാണ് ഇവിടെ അക്ഷയ തൃതീയയായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. നമുക്ക് പക്ഷേ ഇവിടെ കണ്ണഞ്ചിപ്പിക്കുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു പിക്ചറൈസേഷനാണ് ഈ കാണുന്നത്. നമുക്കൊന്ന് ഇതൊന്ന് കാണാം. കൈലാസ പർവ്വതമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ ജെയിൻ ടെമ്പിളിന്റെ ഉള്ളെന്ന് പറയുന്നത് ഒരുപാട് അത്ഭുത കാഴ്ചകളാണ്. ഈ ഒരു ജെയിൻ ടെമ്പിളിന്റെ ഉള്ളിലെ അത്ഭുത കാഴ്ചകളാണ് ഇവിടെ നമ്മളിപ്പോൾ കാണുന്നത്. ഗോൾഡൻ സിറ്റി ഓഫ് അയോധ്യ, അതിന്റെ പിക്ചറൈസേഷനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാജസ്ഥാനിൽ വന്നിട്ട് വളരെ സുന്ദരമായിട്ടുള്ള ഒരു ജെയിൻ ടെമ്പിൾ കാണാൻ സാധിച്ച
സന്തോഷത്തിലാണ് ഞാനിപ്പോൾ. കാരണം നോക്കിയേ, അത്ര അതീവ സുന്ദരമായിരുന്നു ഇതിലെ കാഴ്ചകൾ എന്നൊക്കെ പറയുന്നത്. അതീവ രാജസ്ഥാനി പെയിന്റ്സും അതോടൊപ്പം തന്നെ അയോധ്യയുടെ കാഴ്ചകളും അതുപോലെ മറ്റു ചിത്രവർണ്ണങ്ങളും ഒക്കെ കൊണ്ട് അതിസുന്ദരമായി നിൽക്കുന്ന കാഴ്ചകൾ. അപ്പൊ നമുക്കിനി പുതിയൊരു വ്ലോഗുമായിട്ട് വീണ്ടും വരാം. ടാറ്റ, ബൈ ബൈ.